അങ്ങനെ നമ്മൾ 2024 നമ്മുടെ റീയൂണിയൻ അഥവാ മീറ്റർ നമ്മൾ പ്ലാൻ ചെയ്തെല്ലാം സെറ്റായിരിക്കുകയാണ്. ഇന്നാണ് ആ ദിവസം. നമ്മൾ കുറേ മാസങ്ങളായിട്ട് കാത്തിരുന്ന ആ ദിവസം ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമ്മുടെ അരവിന്ദിൻ്റെ ഓഫീസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ നമ്മളിവിടെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ 2022 റീയൂണിയൻ പോലെ തന്നെ ഒരു അടിപൊളി ട്രിപ്പായിരിക്കും ഇതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ 2022 റീയൂണിയൻ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഈ ചാനലിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് അരവിന്ദിൻ്റെ ഓഫീസ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പുറത്ത് പണി നടക്കുകയാണ്, അതാണ് കുറച്ച് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇന്നലെ പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ ഇനി ബാക്കിയുള്ളത് നേരെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡീഷണൽ സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ എല്ലാവരുമായിട്ട് നമ്മൾ പിന്നെ ഓരോ ലൊക്കേഷനിൽ മീറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ അളിയാ? ഓക്കെ. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ അന്യായ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ AC നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേർത്ത് മട്ടവും. ആ ലെവലിൽ ചൂടാണ്. അങ്ങോട്ട് പോകുന്ന വഴി അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവിടെ നമ്മൾ അധികം ദൂരം പോകുന്നില്ല. ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്താണ് പോകുന്നത്. പറവൂർ ഉള്ള ഫ്രാഗ്രൻറ്റ് നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് നമ്മൾ പോകുന്നത്. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിവിടെ അരവിന്ദിൻ്റെ ഓഫീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോൾ റേമണ്ടിനെ വിളിക്കാൻ പോകണം. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ. അവനെയും കൂടെ പിക്ക് ചെയ്തിട്ട് നേരെ വെച്ച് വിടുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് 2-3 സ്ഥലങ്ങളിൽ നിർത്തിയായിരിക്കും പോകുന്നത്, അല്ലേ അളിയാ? ഇപ്രാവശ്യം നിർത്താൻ പറ്റുമോ? ഓക്കെ, നമുക്ക് നോക്കാം. അതേസമയം നമ്മൾ പോകുന്നത് അരവിന്ദിൻ്റെ പുതിയ വണ്ടിയിലാണ്. ടാറ്റ ടിയാഗോ അല്ലേ അളിയാ? ഓട്ടോമാറ്റിക്. വൈഫിന് ഗിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. അത് നമ്മൾ നൈസായിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നു. പക്ഷേ നല്ല അടിപൊളി വണ്ടിയാണ്, നല്ല കംഫർട്ടബിൾ ആണ്, ഓട്ടോമാറ്റിക്കും കൂടെയാണ്. അപ്പം ഓട്ടിക്കാൻ നല്ല സുഖമാണ്. അവൻ വരില്ല ഇങ്ങോട്ട്. 5ാമത്തെ താരമായ റൈമണ്ട്സ് ഹാസ് എന്റർഡ് ദ കാർ. അപ്പം ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് എങ്ങോട്ടല്ലേ? ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പറ. ഡെസ്റ്റിനേഷൻ ഏതോ ഒരു പാലം പറഞ്ഞല്ലോ, പെരുമാതുറ. അതിന് മുമ്പ് നമുക്ക് ചായ കിട്ടിയില്ല. അയ്യോ, ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പുതിയ കാറുകളിൽ ഇങ്ങനെ അലാറം അടിച്ചോണ്ടിരിക്കും. ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാൻ പോകണം. തുടക്കം അങ്ങനെയാണ്, പക്ഷെ തീരുമ്പോഴാണ് പ്രശ്നം. എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? എടാ, ഒരു കാര്യം ചെയ്യ്, നീ ആ ഓട്ടോയുടെ ഫ്രണ്ടിലോട്ട് പോ. അവിടെ കുറച്ച് സ്പേസ് ആണ്. ഇതിന്റെ ഫ്രണ്ട് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടോ? അവിടെ ഗ്യാപ്പ് ഉണ്ട്. നമ്മളിപ്പോ ശാസ്ത്രമംഗലമാണ് എത്തിയത്. അവിടെ ഇവിടെ ഒതുക്കാം. സോ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ ശാസ്ത്രമംഗലത്തെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. എന്താണ് അതിന്റെ പേരെന്താണ്? പഴയ അലങ്കാർ. ഇപ്പൊ അലങ്കരിച്ചിട്ടില്ല. എത്ര അലങ്കാരം ഉണ്ടോ എന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം. അവിടെ ചെന്നിട്ട് ചായ, ബ്രേക്ക്ഫാസ്റ്റ് മുതലായ കാര്യങ്ങൾ ഇവിടെ കഴിക്കാനാണ് പ്ലാൻ. അവിടെ ചെല്ലുമ്പോൾ അറിയുന്നുണ്ടത്. അല്ലെ, നീ ഇവിടെ വന്നിട്ടുള്ളത് തന്നെ? ഡെയിലി ഇവിടെ നിന്നാണ് കഴിക്കുന്നതെന്നാണ് പറയുന്നത്. അതേസമയം ഇതാണ് നമ്മുടെ അരവിന്ദിൻ്റെ പുതിയ വണ്ടി. വൈഫിന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തതാണ്. വൈഫ് ഇതുവരെ ഓടിച്ചിട്ടില്ല, ഇവനാണ് എപ്പോഴും ഓടിച്ചു നടക്കുന്നത്. അപ്പോൾ നമുക്ക് അലങ്കാറിലേക്ക് പോവാം. ഇത് ശാസ്ത്രമംഗലം ജംഗ്ഷനാണ്. നമ്മളിപ്പോഴും ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് തന്നെയാണ്. നമുക്ക് കൊല്ലത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കുറച്ച് പേരുണ്ട്, 3 സാറന്മാരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ ഒരിടത്ത് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2-3 മീറ്റിംഗ് പോയിന്റ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് 2-3 സ്ഥലങ്ങളിൽ നിർത്തിയായിരിക്കും പോകുന്നത്. അതെ, എവിടെയൊക്കെയാണ് നമ്മുടെ മീറ്റിംഗ് പോയിന്റ്സ്? പെരുമാതുറ ബ്രിഡ്ജ്, അവിടെ എല്ലാവരെയും മീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നേരെ ഷാപ്പിലേക്ക് പോകും. അതിൻ്റെ ഇടയിൽ ഒരു 5 തെങ്ങുണ്ട്. പറ്റുമെങ്കിൽ അവിടെ നിർത്തി നമ്മൾ കാണും. നമ്മൾ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ഭയങ്കര ഹിസ്റ്റോറിക്കൽ, ആർക്കിയോളജിക്കൽ പ്രാധാന്യം നിറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നാണ് പ്രത്യേകിച്ച് പറയാൻ ഉദ്ദേശിച്ചത്. 5 തെങ്ങിൻ്റെ അടുത്ത് ഇപ്പോഴും ഒരു കപ്പൽ വെള്ളത്തിനടിയിലുണ്ട് എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്.
16th സെഞ്ച്വറിയിലെ ഒരു കപ്പൽ വെള്ളത്തിനടിയിലുണ്ട്. ഉണ്ട്. അത് യൂട്യൂബിൽ നോക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. ഓക്കെ ഓക്കെ. നമ്മളത് ഇവിടെയാണ് ശ്രീ ഐശ്വര്യ, ഇവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഇവിടെ കയറി നോക്കാം ഫുഡ് എങ്ങനെയുണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം. ചായ ഓടാ നീങ്ങിരിയടാ അങ്ങോട്ട്. വട വട മസ്റ്റ്. എനിക്ക് നെയ് റോസ്റ്റ്, വട. എനിക്ക് ബ്ലാക്ക് കോഫി. നിനക്കെന്താണ്? 3 ബ്ലാക്ക് കോഫി 2 ചായ. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. എന്താണ്? ഞാൻ അവരുടെ മെനു നോക്കാൻ പോയി. ഇതാണ് ഇഡ്ഡലി, വട, ചട്നി. ഇവർ 2 ഇഡ്ഡലിയാണ് പറഞ്ഞത്. നീ വീട്ടിൽ നിന്ന് പൂരി കഴിച്ചിട്ട് വന്നതല്ലേ? ഇഡ്ഡലി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇന്ത്യയിൽ മാത്രം കിട്ടുന്ന പ്രത്യേക ഐറ്റം ചമ്മന്തിപ്പൊടിയാ. ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ക്വാളിറ്റി പോകുന്ന സാധനം പല രാജ്യങ്ങളിലും ഡിമാൻഡുണ്ട്. ചമ്മന്തിപ്പൊടിയായിട്ട് കഴിച്ചു നോക്കാം. സ്പൈസി സ്പൈസി ഇതിലും നല്ല കിട്ടും. അങ്ങനെ ചുമ്മാ തള്ളി ചെന്നൈ പോയിട്ട് വരില്ല. ചട്നി ആയിട്ട് കഴിച്ചു. ചട്നിയോ ഈ കൊള്ളാമോ? ഓരോ ചട്നി ആയിട്ട് ഞാൻ ട്രൈ ചെയ്യാണ്. ട്രൈ ചെയ്ത് ഇതിൻ്റെ ഇഡലി എത്ര ഞാൻ തിന്നും. അതാണ് നടക്കാൻ പോകുന്നത്. 10 മണിയാകുമ്പോൾ അവൻ്റെ മൊബൈലിൽ ചാർജ് ചെയ്യും കേട്ടോ. ആരുടെ? എൻ്റെ. ഞാൻ റീചാർജ് ചാർജ് ചെയ്യും. കാറിൽ ബാറ്ററി ചാർജ് ചെയ്യുന്ന സംവിധാനം. പറ, കഥ പറ. ഫുഡ് മസാല ഇത് ഗീ റോസ്റ്റ് എനിക്കൊന്ന് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. ഇഡലി നേരത്തെ അല്ല, ഇഡലി എന്തായാലും ഉണ്ടാക്കിയിട്ടേക്കല്ലേ. കട്ടൻ ചായക്ക് ഇതേക്കാളും ബ്ലാക്ക് കോഫി. ഇതൊക്കെ ബ്ലാക്ക് കോഫി ആണോ? കോഫി അല്ലേ? അത് ഇവിടെ ഗീ റോസ്റ്റ് വന്നിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ഗീ റോസ്റ്റ്. എന്താ 2 കണ്ണ് ഗീ റോസ്റ്റിന്? ഗീ റോസ്റ്റിന് 2 കണ്ണ്. കഴിക്കാൻ തോന്നുന്നില്ല എനിക്കിത്. എന്തോ ഒരു ജീവിയെ പോലെ. രാവിലെ ഉറക്കൊഴിച്ച് വന്നേ ഉള്ളൂ. അതെ, ഹാരി പോട്ടറിന്റെ തൊപ്പി പോലെ ഉണ്ട്. ശരിയാവും. ഞാൻ കുറച്ചൊന്ന് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഈ ഗീ റോസ്റ്റിലുള്ള അറ്റാക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ദോശ കഴിച്ചു നോക്കാം. ഗീ റോസ്റ്റ് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. സെയിം ചട്നിയാണ് ഇഡലിയുടെ ഉള്ള. ചട്നിയെല്ലാം കുറച്ച് സ്പൈസിയാണ്. ഓക്കെ, വാട്ട് ഡു യു തിങ്ക്? എൻ്റെ ഫേവറേറ്റ് ആണ്. എവിടെ പോയാലും ഞാൻ വട ഓർഡർ ചെയ്തിരിക്കും. ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇവിടെ ശ്രീ ഐശ്വര്യ എന്ന് പറഞ്ഞ അപ്പുറത്തെ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. ശാസ്ത്രമംഗലത്താണ് ഈ ഹോട്ടൽ. ശാസ്ത്രമംഗലം ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ കുറച്ചിങ്ങനെ വളഞ്ഞു വരുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. പക്ഷേ വട നല്ല ടേസ്റ്റി ആയിരുന്നു. അല്ലടാ? അടിപൊളി. നീ പത്രം അടിപൊളി.
നീ ഇപ്പോഴും പത്രം വായിക്കുമല്ലോ? തമാശകൾ വായിക്കും. എന്താണ് മലയാള മനോരമ തമാശ വായിക്കാനാ? ഇത് വായിച്ചിട്ട് കുറെ കോമഡിയാണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ. യെസ്, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ ആദ്യത്തെ മീറ്റിംഗ് പോയിന്റ് എവിടെയാണെന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ബാച്ചുമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നത് 2-3 ലൊക്കേഷനിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഏറ്റവും ആദ്യത്തെ ലൊക്കേഷനിൽ പോകും. വണ്ടി എത്തി, നമ്മളിതിലാണ് പോകുന്നത്. വാ, വിടാല്ലേ? പോടാ. അയ്യോ അമ്മേ. വീഡിയോ ആണ് എന്നാ പിന്നെ നിങ്ങൾക്ക് പരിപാടി മെട്രോ മനോരമ വായിക്കുന്നു. ഏതാണ് എന്താണ് പാട്ട് വായിക്കാം. അതെ പാട്ടല്ല ഏഷ്യ. പാട്ട് കൂട്ടിയിട്ടാൽ കോപ്പിറൈറ്റ് അടിക്കും. പിന്നെ എനിക്ക് പണിയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ. പ്രാങ്കുറി എന്താണ് മിസ്റ്റർ അളെ ഈ ലൊക്കേഷൻ ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇതേ സ്ഥലത്ത് നിർത്തി വഴിക്ക് വേണ്ടി തർക്കം കൂടി. നമ്മൾ ബൈപ്പാസ് കയറിയാണോ പോകുന്നത്, ബൈപ്പാസ് കയറാതെയാണോ പോകുന്നത്? ബൈപ്പാസ് കയറി എങ്ങനെ നേരെ പോകും? നേരെ ആ ബൈക്കിന്റെ പുറകെ പോകും. ഫോർച്യൂണറിന്റെ പുറകെ പോകും. കഴിഞ്ഞ പ്രാവശ്യം ഇതായിരുന്നു ഏതോ ഒരുത്തിന്റെ പുറകെ പോകും. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത് ഒരു ഗ്യാസ് വണ്ടിയാണ്. ബ്യൂട്ടിഫുൾ. ഗ്യാസ് വണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാസിന്റെ സൗണ്ട് വന്നത്. നീ 4 പൂരിയിൽ നിർത്തി വന്നേട്ടാ. അല്ലെങ്കിൽ 3 പൂരി കഴിച്ചു. 3 പൂരിയാ? 3 പൂരിയുടെ കറി എന്തായിരുന്നു? പൂരിയിലൂടെ ഉരുളക്കിഴങ്ങ് കറി, ഇഡലി, സാമ്പാറും. ഇവന് എന്ത് ധൈര്യത്തിൽ ഇവനെ ഇവിടെ ഇരുത്തി നമ്മള്? എല്ലായിടും ഗ്യാസ്, ടോട്ടൽ ഗ്യാസ്. ഇതെന്താ ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്ന ഒരാൾ? ഫാമിലി. ഓക്കെ, എടാ നമ്മൾ പോകുന്നത് പെരുമാതുറ അല്ലേ? അല്ല, മുതലപ്പുഴയാണ്. ആ ഓക്കെ. അപ്പൊ നമ്മളെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പെരുമാതുറ പാലം, അതായത് മുതലപ്പുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതെനിക്കൊന്ന് ഈ കടലും കായലും നമ്മൾ ഒന്നിക്കുന്ന ഒരു സ്ഥലമല്ലോ അല്ലയാ? അതേപോലെ ഒരു ഡേഞ്ചറസ് പ്ലേസ് ആണ്. അവിടെ ആൾക്കാർ ഒരുപാട് മിസ്സിങ് ആയിട്ടുണ്ട്, ഒരുപാട് മരണപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ആ പാലത്തിൽ നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂസ് ആണ്, അടിപൊളിയാണ്. അപ്പൊ അവിടെ വെച്ച് നമ്മൾ 2 ടീംസ്, ഇപ്പൊ 2 വണ്ടിയിലുള്ള ആൾക്കാരുള്ളൂ, മൊത്തം 10 പേരേ ഉള്ളൂ. അപ്പം നമ്മൾ അവിടെ വെച്ച് മീറ്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് മീറ്റിംഗ് പോയിന്റ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബൈപ്പാസ് സാധനം അവിടെ വെച്ചാണ് കൈമാറുന്നത്. എന്താണ് ആ സാധനം? എന്താണ് ആ സാധനം? അത് അവിടെ വെച്ചാണ് നമ്മൾ ഹൃദയം കൈമാറുന്നത്. അത് കണ്ട ഹൃദയം കൈമാറുമ്പോൾ അവര് നിന്നെ കണ്ടിരുന്ന നീ ചോര തുപ്പിച്ചത്. അയ്യോ, ഇന്ന് കാലാവസ്ഥ വൈസ് നല്ല വെയിലാണ്, മഴയൊന്നുമില്ല. പക്ഷേ മറ്റേ കടൽക്ഷോഭം മാറിയെന്ന് തോന്നുന്നല്ലേ? എവിടെയാണ് ലെഫ്റ്റിലോട്ട് പോകേണ്ടത്? നീ ധൈര്യമായിട്ട് പോകും. ആ സമയമാകുമ്പോൾ നിനക്ക് വാണിംഗ് തരും. ഇവിടെ 80 പിടിച്ചു. 80 അത് കുഴപ്പമില്ല, 80 പോയാൽ മതി. ചില സ്ഥലങ്ങളിൽ 50 വരും കേട്ടോ, അത് നോക്കണം. ഇതിപ്പോ അവിടെ 50 വരും. അവിടെ സ്പീഡ് ലിമിറ്റ് 50 എഴുതിക്കില്ലേ? കണ്ടില്ലേ നീ? ആ ജംഗ്ഷൻസ് എത്തുമ്പോ 50 ആവും. പിന്നെ ആ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിയുമ്പോ വീണ്ടും 80 ആവും. 50-80 മാറിപ്പോലും. ആണോ? ബീച്ചിൽ പോണം, അപ്പോൾ റിവേഴ്സ് എടുക്കണം. നമ്മൾ പെരുമാതുറ പാലം എത്തിയിരിക്കുകയാണ്. കാണുന്ന പോലെ നമ്മുടെ നേരെ ഫ്രണ്ടിലാണ് പാലം. പക്ഷേ നമുക്ക് ഇവിടെ ബീച്ചിൽ ഇറങ്ങണമെങ്കിൽ പാലം കയറാതെ സൈഡിൽ കൂടെ പോകണം എന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ച് ഉറപ്പില്ലേ? എന്തായാലും നോക്കി നോക്കാം. അങ്ങോട്ട് പോക്ക് മോളി കയറ്റ്, മരുന്നെടുത്ത് വെച്ച് കാണാം. വാട്ട് എ ബ്യൂട്ടി. അവിടെ ഒതുക്കണ സൂക്ഷിച്ചു. അവിടെ മതിലുണ്ട്. മതി ഇത് അവിടെ നിർത്തിയോ? അവിടെ
സാധനമാണ് ഡ്രിഡ്ജർ. ട്രെഡ്ജർ അത് ഓക്കെ. ബ്യൂട്ടിഫുൾ. ചോട്ടിക്കോ നീ പാലം കഴിഞ്ഞിട്ട് ഇടതുവശത്ത് അങ്ങനെ നമ്മൾ പെരുമാതുറ ബ്രിഡ്ജ് എത്തി. എൻ്റെ പുറകെ കാണുന്നതാണ് ബ്രിഡ്ജ്. പക്ഷെ നമ്മൾ ഇവിടെ അല്ല യഥാർത്ഥത്തിൽ പാർക്ക് ചെയ്യേണ്ടത്, അപ്പുറത്തെ സൈഡിലാണ് പാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് വഴി തെറ്റി ഇവിടം വരെ വന്നാണ്. പക്ഷെ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇവിടുത്തെ വ്യൂസ് ഞാനൊന്ന് ഷൂട്ട് ചെയ്യാം. ഇതാ ഈ കാണുന്നത് ഇവിടെ കുറച്ച് ഡ്രഡ്ജറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് പാലം. പാർക്ക് ചെയ്തിരിക്കുന്ന ഇപ്പോൾ വണ്ടി ഇവിടെ നിർത്തിക്കുകയാണ്. നമ്മൾ ഇറങ്ങിയില്ല, നമ്മളിനി വണ്ടി എടുത്ത് തിരിച്ച് ഈ പാലം കയറി അപ്പുറത്തെ സൈഡിൽ പോകും. പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മൾ ബ്രിഡ്ജ് കയറാൻ പോവാണ്. നമ്മളിവിടെ പാലം കയറി വരുന്നതിൻ്റെ സൈഡിൽ ഒതുക്കി ഇവിടെ വേറെ വണ്ടികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ വ്യൂസ് കാണാൻ വേണ്ടി ഇവിടെ നിർത്തുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞതാ എൻ്റെ പുറകിലോട്ട് പാലത്തിൻ്റെ ഈ സൈഡ് ആ കാണുന്നത് നമ്മുടെ അറബിക്കടൽ ആണ്. അതേസമയം ഇപ്പുറത്തെ സൈഡ് പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കായലാണ്. ഈ കായലും കടലും ഒന്നിക്കുന്ന സ്ഥലമാണിത്. നമ്മളിവിടെ ഇറങ്ങി എന്തായാലും ഇവിടുത്തെ വ്യൂസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷയില്ല, അടിപൊളി. ആ വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ തന്നെ ചാടാൻ തോന്നുന്നു, നീന്താൻ. ഇവിടെ നിന്ന് ഡ്രഡ്ജറൊക്കെ ഉണ്ട്. എന്തോ പണി നടക്കുന്നുണ്ട് ഇവിടെ കാര്യമായിട്ട്. കായലും കടലും കൂടെ മിക്സ് ആവുന്ന ഒരു സ്ഥലമാണിത്. മുതലപ്പൊഴി എന്ന് അറിയപ്പെടും. കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് മത്സ്യത്തൊഴിലാളികളൊക്കെ ഇവിടെ ഇങ്ങനെ ബോട്ട് നിറഞ്ഞൊക്കെ ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ പണ്ടൊക്കെ ആൾക്കാർ ഈ പുലിമുട്ട് എന്ന് പറയുന്ന ഈ അതിലേ ഇറങ്ങി അങ്ങ് അറ്റത്ത് പോകുമായിരുന്നു. അപ്പോൾ അവിടെ പോകുമ്പോഴും ചിലപ്പോൾ വെള്ളം പെട്ടെന്നൊക്കെ അടിച്ച് കയറും. അങ്ങനെയൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ ആക്സിഡൻറ്റ്സ് ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. ഈ പാലത്തിൽ കൂടെ ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ സൈഡിൽ ഇങ്ങനെ ഒതുക്കിയിട്ടൊക്കെയാണ്. ഈ വ്യൂ കാണാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഒതുക്കിയിടുന്നത് വലിയ വിഷയമില്ല. പാലം ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ബസ് പോയപ്പോഴത്തേക്കും. കുഴപ്പമില്ല, സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. അതിന് ബാക്കിയുള്ളവർ ഇപ്പോൾ വരും. അപ്പോൾ അവർ വന്നിട്ട് അവരെയും കൂടെ മീറ്റ് ചെയ്തിട്ടാണ് ബാക്കി പരിപാടി. നമ്മുടെ ഞാൻ ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോവാം. വണ്ടികളൊക്കെ അവിടെ നിന്ന് വന്നിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഈ സൈഡിലും ആദ്യം വണ്ടികളില്ല, ഇവിടെ വലിയ ട്രാഫിക് ഇല്ല ഈ സൈഡിൽ. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണുന്നത് ഫുൾ കായലാണ്. നമ്മളിപ്പോൾ അപ്പുറത്ത് കണ്ടത് കടലാണെങ്കിൽ ഇവിടെ കായലാണ്. നല്ല വ്യൂസ് കിട്ടുന്നു കൂടെ. ഒരു രക്ഷയില്ല. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റ്. അതേപോലെ നമുക്ക് അവിടെ ഫിഷിംഗ് ബോട്ട്സ് കിടക്കുന്ന കാണാം. അതേപോലെ തന്നെ ഈ ഫിഷ് കൊണ്ടുപോകുന്ന ട്രക്സും ഉണ്ട്. എനിക്കൊന്ന് ഇവിടെ പിടിക്കുന്ന ഫിഷ് ഇവിടെ ട്രക്കിലാക്കി കൊണ്ടുപോകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അടിപൊളി. നമ്മുടെ ബാക്കി പയ്യന്മാരും സാറന്മാരും അടുത്ത വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ മീറ്റ് ചെയ്തിട്ട് നമ്മുടെ നെക്സ്റ്റ് മീറ്റിംഗ് പോയിന്റ് ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് പ്രൊസീഡ് ചെയ്യുന്നതാണ്. ഓക്കെ അതേപോലെ പറ, എന്തെങ്കിലും പറ. അവർ ഇത് കാണിക്കേ, എന്തൂസിയാസം കാണിക്കേ. അവിടെ 3 മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട്, 3 ബോട്ടുകൾ അതേസമയം നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ബോട്ട് റേസ് കിട്ടിലായിട്ട് നല്ല വ്യൂസ് ആണ് കേട്ടോ. കാറ്റ് ഗൈസ്. അതേസമയം പറയാനുള്ളത് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള കാറ്റെന്ന് പറഞ്ഞാൽ എന്ത് സുഖം. നല്ല വെയിലാണ്, പക്ഷെ ആ വെയിൽ നമ്മൾ അറിയത്തില്ല. ആ ലെവലിൽ നമുക്കിങ്ങനെ കൂൾ ചെയ്തുകൊണ്ടിരിക്കും കാറ്റ്. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കടലാണ്. അപ്പം കടലിൽ നിന്നുള്ള കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. സൂപ്പർ, അടിപൊളി. ഫോട്ടോ